നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പള്ളികൾ പ്രാർത്ഥന മുഖരിതമായി. വ്രതശുദ്ധിയിൽ മുഴുകി റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച. ചെർക്കളയിൽ തർക്കത്തെ തുടർന്ന് വ്യാപാരിയെ ആക്രമിക്കുകയും കട തകർക്കുകയും ചെയ്ത സംഭവം. രാവിലെ മുതൽ 1 മണിവരെ ചെർക്കളയിൽ നടത്തിയ ഹർത്താൽ പൂർണ്ണം. ജില്ലയിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ മയക്കുമരുന്ന് വിൽപ്പനയിലും ഉപയോഗത്തിലും വലിയ തോതിലുള്ള വർധനവുണ്ടായതായി ജില്ലാ പോലീസ് മേധാവി ടി ശിൽപ. സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് വളർത്തുനായ ചത്തു. പ്രദേശത്തു നിന്നും യുവാവിനെയും ജീപ്പും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജോയിന്റ് കൌൺസിൽ കാസർഗോഡ് മേഖലാ സമ്മേളനം നടന്നു. സംസ്ഥാന വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ ഉദ്ഘാടനം ചെയ്തു. സാർവദേശീയ വനിതാ ദിനാചരണം. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സെമിനാർ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പള്ളികൾ പ്രാർത്ഥനാ മുഖരിതമായി. വ്രതശുദ്ധിയിൽ മുഴുകി റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച. മനസ്സും ശരീരവും സമർപ്പിച്ച് വിശ്വാസികൾ ഖുർആൻ പാരായണത്തിലും പ്രാർത്ഥനകളിലും മുഴുകി. വ്രതശുദ്ധിയുടെ നിറവിൽ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച പള്ളികൾ പ്രാർത്ഥനാ നിർഭരമായി. 6ാം നോമ്പിനാണ് ആദ്യ വെള്ളിയെത്തിയത്. ജുമുഅ നമസ്കാര സമയത്തിന് വളരെ മുൻപ് തന്നെ പള്ളികളിലെത്തിയ വിശ്വാസികൾ മനസ്സും ശരീരവും ദൈവിക മാർഗത്തിൽ സമർപ്പിച്ചു ഖുർആൻ പാരായണത്തിലും പ്രാർത്ഥനകളിലും മുഖരിതമാകുന്ന കാഴ്ചയാണ് പള്ളികളിൽ കണ്ടത്. ഐശ്ചിക നിസ്കാരം വർദ്ധിപ്പിച്ചും ഖുർആൻ പാരായണം നടത്തിയുമാണ് വിശ്വാസികൾ ആദ്യ വെള്ളിയാഴ്ചയെ ധന്യമാക്കിയത്. റമദാനിലെ ആദ്യ 10 ദിനങ്ങൾ കാരുണ്യത്തിന്റെ സവിശേഷ ദിനങ്ങളാണ്. പാപമോചനം, നരകമോചനം എന്നിവയുടെ 10 നാളുകളാണ് തുടർന്നുള്ള ദിനങ്ങൾ. റമദാൻ 17-ന് ബദർ ദിനമാണ്. 1000 മാസത്തേക്കാൾ പ്രതിഫലമുള്ള ലൈലത്തുൽ ഖദർ റമദാനിലെ അവസാന 10-ൽ പ്രതീക്ഷിക്കുന്നു. പള്ളികളിൽ ഖുർആൻ പാരായണത്തിൽ മുഴുകിയും മറ്റും റമദാൻ ദിനങ്ങളെ അർത്ഥപൂർണമാക്കുകയാണ് വിശ്വാസികൾ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇഫ്താർ വിരുന്നുകൾ, ആത്മസംസ്കരണ പരിപാടികൾ തുടങ്ങിയവയാൽ ഇനിയുള്ള ദിനങ്ങൾ സജീവമാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെർക്കളയിൽ തർക്കത്തെ തുടർന്ന് വ്യാപാരിയെ ആക്രമിക്കുകയും കട തകർക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഹർത്താൽ നടത്തി. രാവിലെ മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ ചെർക്കളയിൽ നടത്തിയ ഹർത്താൽ പൂർണ്ണം. കടയ്ക്കു മുന്നിൽ കാർ നിർത്തിയിട്ടതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് മാരകായുധങ്ങളുമായി ആക്രമിക്കുകയും കട തകർക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് ചെർക്കളയിൽ വ്യാപാരികൾ ഹർത്താൽ നടത്തി. രാവിലെ മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഹർത്താൽ നടത്തിയത്. സംഭവത്തിൽ വിദ്യാനഗർ പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വ്യാഴാഴ്ച വൈകുന്നേരമാണ് ഹർത്താലിനും കേസുകൾക്കും ആസ്പദമായ സംഭവം. ചെർക്കള, ബംറാണി നഗർ, കോയിപ്പാടിയിലെ KR ഹസൈനാർ, സെയ്ഫുദ്ദീൻ എന്നിവരുടെ പരാതിയിൽ ചെർക്കളയിലെ നൌഫൽ, ഇബ്രാഹിം, അറഫാത്ത്, ചൂരിമൂലയിലെ അബ്ദുൾ റാഫി, ബീട്ടിയെടുക്കത്തെ തൻവീർ എന്നിവർക്കെതിരെ കേസെടുത്തു. മാരകായുധങ്ങളുമായി എത്തിയ സംഘം ചീത്ത വിളിക്കുകയും കത്തികൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും കടയിൽ അതിക്രമിച്ചു കയറി ഉപകരണങ്ങൾ തല്ലി തകർത്തുവെന്നുമാണ് പരാതി. അതേസമയം നിക്രാജെ സ്വദേശികളായ N നൌഫൽ, ഇബ്രാഹിം, അൽതാഫ്, ചെങ്കളയിലെ റാഫി, തൻവീർ എന്നിവരുടെ പരാതിയിൽ ബാലെടുക്കത്തെ ഷെരീഫ്, പാറക്കട്ടയിലെ ഹക്കീം, താച്ചു, ജല്ലു, സൈഫു, ഹുസൈൻ തുടങ്ങി 20 പേർക്കെതിരെ കേസെടുത്തു. വ്യാഴാഴ്ച രാത്രി കെട്ടുങ്കല്ല് എന്ന സ്ഥലത്ത് വെച്ച് അന്യായക്കാരനും സുഹൃത്തുക്കളും സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ചുവെന്നാണ് കേസ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജല അതോറിറ്റിയുടെ ഒരു തുള്ളി വെള്ളം പോലും ഉപയോഗിക്കാത്ത വോർക്കാടിയിലെ വയോധികയ്ക്ക് 17,725 രൂപയുടെ ബില്ലും പിന്നാലെ ജപ്തി നോട്ടീസും ലഭിച്ച സംഭവത്തിൽ ജപ്തി നോട്ടീസ് പിൻവലിക്കാൻ ഒരുങ്ങി വാട്ടർ അതോറിറ്റി. പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി KCN ചാനൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ജല അതോറിറ്റിയുടെ വെള്ളം ഉപയോഗിക്കാത്ത മഞ്ചേശ്വരം താലൂക്കിലെ വോർക്കാടിയിലെ വയോധികയ്ക്ക് ലഭിച്ചത് 17,725 രൂപയുടെ ബില്ല്. എന്താണ് സംഭവമെന്നറിയുന്നതിന് മുൻപേ ജപ്തി നോട്ടീസും എത്തി. വോർക്കാടിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന 80-കാരിയായ യമുനയ്ക്ക് നേരെയാണ് അധികൃതരുടെ കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത. ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷൻ ഉപയോഗിക്കാത്തയാളാണ് യമുന. കൂടാതെ ഇവർ കൂടുതൽ സമയവും ബന്ധുവീടുകളിലാണ് താമസം. കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിലും വളരെ മുൻപ് തന്നെ പൈപ്പ് എവിടെയോ വച്ച് മുറിഞ്ഞു പോയിരുന്നു. ഉപയോഗിക്കാത്ത വെള്ളത്തിന് ബില്ലും പിന്നാലെ ജപ്തി നോട്ടീസും എത്തിയതോടെ യമുന എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായി. യമുനയ്ക്ക് നേരെയുണ്ടായ നീതീകരിക്കാനാവാത്ത നടപടി ചൂണ്ടിക്കാട്ടി KCN ന്യൂസ് വാർത്ത പുറത്തുവിട്ടതോടെ സംഭവം വിവാദമായി മാറിയിരുന്നു. ഒടുക്കം വാർത്ത ഫലം കണ്ടു. വോർക്കാടി പഞ്ചായത്തിൽ നടന്ന വാട്ടർ അതോറിറ്റി യോഗത്തിൽ ജപ്തി നോട്ടീസ് പിൻവലിക്കാൻ തീരുമാനമായി.
ಒರ್ಕಾಡಿ ಪಂಚಾಯತ್ನ ತಚ್ಚಿರಿ ನಿವಾಸಿಯಾಗಿರುವಂತಹ ಯಮುನಕ್ಕನಿಗೆ ಒಂದು ಹನಿ ನೀರನ್ನು ಕೂಡ ಉಪಯೋಗಿಸದೇ ಇರುವ ಸಂದರ್ಭದಲ್ಲಿ ಕೇರಳ ಜಲ ಪ್ರಾಧಿಕಾರ ನಿರಂತರವಾಗಿ ಅವರಿಗೆ ಸಾವಿರಾರು ಮೊತ್ತದ ಬಿಲ್ಲನ್ನು ನೀಡುತ್ತಲೇ ಇತ್ತು. ವಿಧವೆ ಆಗಿರುವ ಒಬ್ಬಂಟಿಯಾಗಿ ಒಂದು ಮನೆಯಲ್ಲಿ ಜೀವಿಸಿರುವಂತಹ ಯಮುನಕ್ಕನಿಗೆ ಈ ರೀತಿ ನಿರಂತರವಾಗಿ ಬಿಲ್ಲು ಬರ್ತಾ ಇತ್ತು. ಅದನ್ನು ಪಾವತಿಸಲಿಕ್ಕೆ ಯಮುನಕ್ಕನಿಂದ ಖಂಡಿತ ಸಾಧ್ಯವಾಗಿರಲಿಲ್ಲ. ಇದೀಗ ಜಪ್ತಿ ನೋಟಿಸ್ ಕೂಡ ಬಂತು. 17,000 ರೂಪಾಯಿಯ ಮೊತ್ತವನ್ನು ಕಾಣಿಸಿಕೊಂಡು ವಾಟರ್ ಅಥಾರಿಟಿ ರೆವಿನ್ಯೂ ರಿಕವರಿಗೋಸ್ಕರ ಕಂದಾಯ ಇಲಾಖೆಯ ಮೂಲಕ ಜಪ್ತಿ ನೋಟಿಸನ್ನು ಕೂಡ ನೀಡಿತು. ಈ ವಿವರವನ್ನು ಮಾಧ್ಯಮಗಳು, ಜನಪ್ರತಿನಿಧಿಗಳು ಹಾಗೂ ನಾಗರಿಕರು ಒಗ್ಗಟ್ಟು ಸೇರಿಕೊಂಡು ಯಮುನಕ್ಕನಿಗೆ ಬೆಂಬಲವನ್ನು ಸೂಚಿಸಿಕೊಂಡು ಇದರ ಬಗ್ಗೆ ಸಮಗ್ರವಾದ ತನಿಖೆ ಮಾಡಬೇಕಂತೇಳಿ ಹೋರಾಟಕ್ಕಿಳಿಯಿತು. ಅದರ ಫಲವಾಗಿ ಇವತ್ತು ಜಲ ಪ್ರಾಧಿಕಾರದ ಒಂದು ಅದಾಲತ್ ಏನಿದೆ, ಆ ಅದಾಲತಿನಲ್ಲಿ ಯಮುನಕ್ಕನನ್ನು ಅಲ್ಲಿಗೆ ಕರೆಸಿಕೊಂಡು ಕೂಲಂಕುಷವಾದ ತನಿಖೆಯನ್ನು ನಡೆಸಿದಾಗ ಯಮುನಕ್ಕನಿಗೆ ಆ ಒಂದು ಜಪ್ತಿ ಕ್ರಮದಿಂದ ಹಿಂಪಡೆಯುವಂತೆ ಕಂದಾಯ ಇಲಾಖೆಗೆ ಜಲ ಪ್ರಾಧಿಕಾರ ಸೂಚನೆ ನೀಡಿದೆ. പോരാട്ടം ഫലം കണ്ടതിന്റെ ആശ്വാസത്തിലാണ് യമുന ഇപ്പോൾ. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ജില്ലയിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ മയക്കുമരുന്ന് വിൽപ്പനയിലും ഉപയോഗത്തിലും വലിയ തോതിലുള്ള വർധനവ്. മയക്കുമരുന്നിനെതിരെ ഓപ്പറേഷൻ ഡി ഹണ്ട് ശക്തമാക്കിയതായി ജില്ലാ പോലീസ് ചീഫ് ഡി ശിൽപ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. പോലീസും എക്സൈസും പിടികൂടിയ മയക്കുമരുന്ന് കേസുകളുടെ എണ്ണം കഴിഞ്ഞ 3 വർഷത്തിനിടെ ജില്ലയിൽ മയക്കുമരുന്ന് വിൽപ്പനയിലും ഉപയോഗത്തിലുമുണ്ടായ വലിയ തോതിലുള്ള വർധനവിനെ തെളിയിക്കുന്നതാണെന്ന് ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപ. അതിനിടെ ജില്ലയിൽ ഓപ്പറേഷൻ ഡി ഹണ്ട് ശക്തമാക്കിയതായും ജില്ലയിൽ മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് എന്നും അവർ വ്യക്തമാക്കി. ഈ സേഫ് കാസർഗോഡ് ഭാഗമായി കഴിഞ്ഞ വർഷം നമ്മൾ 925 കേസസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 4 കിലോസ് 730 ഗ്രാംസ് MDMA പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തിൽ. പിന്നെ ഗാഞ്ച 37 kg ഗാഞ്ച പിടിച്ചിട്ടുണ്ട്. പിന്നെ മെറ്റഫെറ്റമിൻ 96 ഗ്രാംസ് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗാഞ്ച പ്ലാന്റ് പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം നമ്മൾ 33 kg ഗാഞ്ച, 312 ഗ്രാം MDMA, 48 ഗ്രാം ഹഷിഷ് ഓയിൽ, ഇത്ര ക്വാണ്ടിറ്റി NDPS സബ്സ്റ്റൻസസ് പിടിച്ചിട്ടുണ്ട്. 239 കേസസ് ഇപ്പോൾ ലാസ്റ്റ് 2 months നമ്മൾ പിടിച്ചിട്ടുണ്ട്. അതിൽ 6 കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസസ് ആണ്. കഴിഞ്ഞ വർഷം നമ്മൾ ടോട്ടൽ 12 കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസസ് പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ജില്ലയിലുടനീളം 10 ദിവസത്തിനിടെ 1807 പരിശോധനകൾ നടത്തി. 132 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 134 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് 135 പ്രതികളെ തിരിച്ചറിയുകയും ചെയ്തതായും ഡി ശിൽപ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നായാട്ട് സംഘം നിക്ഷേപിച്ചതെന്ന് കരുതുന്ന സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് വളർത്തുനായ ചത്തു. പ്രദേശത്തു നിന്നും യുവാവിനെയും ജീപ്പും കസ്റ്റഡിയിലെടുത്തു. കുണ്ടംകുഴി സ്വദേശി ഉണ്ണികൃഷ്ണനാണ് കുമ്പള പോലീസിന്റെ പിടിയിലായത്. വ്യാഴാഴ്ച രാത്രിയാണ് നായാട്ട് സംഘം നിക്ഷേപിച്ചതെന്ന് കരുതുന്ന സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് ഹേരൂർ മീപ്പിരിയിലെ കൊറകപ്പയുടെ വളർത്തുനായ ചത്തത്. പ്രദേശത്ത് നിന്നും ജീപ്പുമായി ഒരാൾ സംശയാസ്പദമായ സാഹചര്യത്തിൽ നിൽക്കുന്നത് കണ്ട നാട്ടുകാർ കുമ്പള പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. കുണ്ടംകുഴി സ്വദേശി ഉണ്ണികൃഷ്ണനെയും നായാട്ടിനായി ഉപയോഗിച്ചതെന്ന് സംശയിക്കുന്ന ജീപ്പും ഇൻസ്പെക്ടർ KP വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ജീപ്പിനകത്ത് നടത്തിയ പരിശോധനയിൽ 2 വെടിയുണ്ടകൾ കണ്ടെടുത്തു. നായാട്ട് സംഘം എത്തിയ ജീപ്പാണ് പിടിയിലായതെന്നും സംഘത്തിൽ 10ഓളം പേർ ഉണ്ടായിരുന്നതായി സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു. പ്രതി ഉണ്ണികൃഷ്ണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. 1 മാസം മുൻപ് കുമ്പള ഭാസ്കർ നഗറിൽ സമാനമായ രീതിയിൽ വളർത്തുനായ ചത്ത സംഭവം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജോയിന്റ് കൗൺസിൽ കാസർഗോഡ് മേഖലാ സമ്മേളനം കാസർഗോഡ് ടൗൺ ബാങ്ക് ഹാളിൽ നടന്നു. സംസ്ഥാന വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ ഉദ്ഘാടനം ചെയ്തു. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂരിൽ വെച്ച് നടക്കുന്ന ജോയിന്റ് കൗൺസിൽ ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായി കാസർഗോഡ് മേഖലാ സമ്മേളനം കാസർഗോഡ് ടൗൺ ബാങ്ക് ഹാളിൽ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൗൺസിൽ മേഖലാ പ്രസിഡന്റ് സുജിത് ഉണ്ണിത്താൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി രാജൻ KV സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് E മനോജ് കുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി ബിജുരാജ് CK, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ പ്രീത K, പ്രദീപ് കുമാർ PP, പ്രസാദ് കരുവളം, G സുരേഷ് ബാബു, ആമിന A, ദിനേശ് കുമാർ AK, വിശ്വംഭരൻ, വിനോജ് M, ഭാസ്കരൻ T എന്നിവർ സംസാരിച്ചു.
2013 മുതൽ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയും കൂടാതെ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളായി സുജിത് ഉണ്ണിത്താനെ പ്രസിഡന്റായും സെക്രട്ടറിയായി രാജൻ കെവിയെയും ട്രഷററായി പ്രവിരാജിനെയും സമ്മേളനം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സാർവദേശീയ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി.സി. സുബൈദ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ പദവി സ്ത്രീ സുരക്ഷ എന്ന സന്ദേശമുയർത്തി മാർച്ച് 8 സാർവദേശീയ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീ സൗഹൃദ തൊഴിലിടങ്ങൾ പ്രശ്നങ്ങളും പരിഹാരമാർഗങ്ങളും എന്ന വിഷയത്തിൽ വനിതാ സെമിനാർ സംഘടിപ്പിച്ചു. വിദ്യാനഗർ സിഡ്കോ ഹാളിൽ വെച്ച് നടന്ന പരിപാടി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി.സി. സുബൈദ ഉദ്ഘാടനം ചെയ്തു. ആഗോള തലത്തിൽ തന്നെ ഒരു സർവേ റിപ്പോർട്ട് എടുത്തപ്പം അവർ പറയുന്നത് ഇനിയും സ്ത്രീ ശാക്തീകരിക്കപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീ എന്താ പറയുക സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ സമത്വമായിട്ടും ഒക്കെ സ്ത്രീകൾ ഒരുപോലെ സ്ത്രീ പുരുഷ സമത്വത്തിലേക്ക് എത്തണമെങ്കിൽ ഇനിയും 139 വർഷങ്ങൾ കഴിയണമെന്നാണ് അന്താരാഷ്ട്ര തലത്തിലെ റിപ്പോർട്ടുകൾ നമ്മളോട് പറഞ്ഞു. ഇനിയും 139 വർഷം കഴിയണം. നമ്മളിപ്പം സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുമ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റങ്ങളിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് മധു കരിമ്പിൽ അധ്യക്ഷത വഹിച്ചു. സ്ത്രീ പദവി സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് നടത്തിയ സർവേ റിപ്പോർട്ട് ജില്ലാ വൈസ് പ്രസിഡന്റ് ആർജിത PV അവതരിപ്പിച്ചു. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം VK ശോഭ, KSTA സംസ്ഥാന കമ്മിറ്റി അംഗം ലസിത NK എന്നിവർ പ്രതികരണവും KGOA സംസ്ഥാന കമ്മിറ്റി അംഗം DL സുമ ക്രോഡീകരണവും നടത്തി. ജില്ലാ ജോയിന്റ് കൺവീനർ അനിത K സുരക്ഷാ നടത്തം സംബന്ധിച്ച റിപ്പോർട്ട് അവതരിപ്പിച്ചു. KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം V ചന്ദ്രൻ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി KV രാഘവൻ സ്വാഗതവും ജോയിന്റ് കൺവീനർ D ദിവ്യ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ബദിയടുക്കയിലെ ഇലക്ട്രോണിക്സ് കടയിൽ തീപിടുത്തം. പെരടാലയിലെ മുഹമ്മദ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള FMB സർവീസ് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് ബദിയടുക്ക ടൗണിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക്സ് കടയിൽ വൻ തീപിടുത്തമുണ്ടായത്. പെരടാലയിലെ മുഹമ്മദ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള FMB സർവീസ് സെന്റർ എന്ന ഷോപ്പിലാണ് അഗ്നിബാധയുണ്ടായത്. കാസർഗോഡ് നിന്നും എത്തിയ 2 യൂണിറ്റ് ഫയർഫോഴ്സിന്റെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുവന്ന ഫാൻ, മിക്സി, ഇൻഡക്ഷൻ കുക്കർ, TV എന്നിവ കത്തി നശിച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ VM സതീശൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ H ഉമേശൻ, അരുൺകുമാർ, JB ജിജോ, S അഭിലാഷ്, ഡ്രൈവർ അജേഷ് KR, ഷാബിൻ കുമാർ, ഹോംഗാർഡ് ശ്രീജിത്ത് തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അധ്യയന വർഷത്തെ അറിവിന്റെ ഉത്സവത്തെ ആഘോഷപൂർവ്വം വരവേറ്റ് കൂട്ടക്കനി ഗവൺമെന്റ് UP സ്കൂളിലെ കുരുന്നുകൾ. വൈവിധ്യമാർന്ന ആവിഷ്കാരങ്ങൾ കൊണ്ട് മികച്ചതാകുന്ന പഠനോത്സവത്തിൽ മുഴുവൻ രക്ഷിതാക്കളും ഭാഗമാകുന്നുണ്ട്. ഒരാഴ്ച നീളുന്ന കുട്ടികളുടെ പഠനോത്സവത്തിന് കൂട്ടക്കനി GUP സ്കൂളിൽ തുടക്കമായി. അധ്യയന വർഷാവസാനം ഓരോ ക്ലാസ്സിലും കുട്ടികൾ നേടിയിരിക്കേണ്ട പഠന നേട്ടങ്ങൾ രക്ഷിതാക്കൾക്കും പൊതുസമൂഹത്തിനും മുന്നിൽ അവതരിപ്പിക്കുന്ന അക്കാദമിക ഉത്സവത്തെ ആഘോഷപൂർവ്വം ഏവരും വരവേറ്റു. ലഘുനാടകങ്ങൾ, പാവനാടകങ്ങൾ, സ്കിറ്റുകൾ, സംവാദങ്ങൾ, മൈം ഷോകൾ, പാനൽ ചർച്ചകൾ, തത്സമയ റിപ്പോർട്ടിങ്ങുകൾ, ആലാപനങ്ങൾ, ചിത്രങ്ങൾ, ഫോട്ടോകൾ, പോസ്റ്ററുകൾ തുടങ്ങിയ വൈവിധ്യമാർന്ന ആവിഷ്കാരങ്ങൾ പഠനോത്സവത്തെ മികച്ചതാക്കി. മുഴുവൻ രക്ഷിതാക്കൾക്കും വിവരം നൽകി പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് കൂട്ടക്കനി ഹരിത വിദ്യാലയത്തിൽ പഠനോത്സവം ഒരുക്കിയിരിക്കുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികളെയും ഉൾച്ചേർത്തുകൊണ്ടായിരുന്നു പരിപാടികൾ. ആദ്യ ദിനത്തിൽ 4ാം തരക്കാരുടെ പഠനോത്സവമായിരുന്നു. 7ാം നാളിൽ 1ാം ക്ലാസ്സുകാരുടെ പഠനോത്സവത്തോടെയാണ് പരിപാടിക്ക് തിരശീല വീഴുക. 1ാം നാളിൽ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ M വിജയൻ, ബാലൻ തായത്ത്, A ബാലകൃഷ്ണൻ എന്നിവരെത്തി. PTA പ്രസിഡന്റ് A സുധാകരൻ, വൈസ് പ്രസിഡന്റ് പ്രദീപ് കാട്ടാമ്പള്ളി, പ്രഥമാധ്യാപകൻ അനൂപ് കുമാർ കല്ലത്ത്, രാജേഷ് കൂട്ടക്കനി, P വേണുഗോപാലൻ, വിഷ്ണു മോഹൻ, MS ധനുഷ് എന്നിവർ അതിഥികളായി പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
25 സംവത്സരങ്ങൾക്ക് ശേഷം ആയിരങ്ങൾക്ക് ദർശന പുണ്യമേകി വന്നെത്തിയ തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ തെയ്യങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടി കേന്ദ്ര പെട്രോളിയം ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി കഴകസന്നിധിയിലെത്തി. അങ്കക്കുളങ്ങര ഭഗവതി രക്തചാമുണ്ടി തെയ്യങ്ങളെ തൊഴുത് മഞ്ഞൾക്കുറി വാങ്ങിയ സൂപ്പർ താരം കുച്ചിലിൽ നോറ്റിരിക്കുന്ന കോലധാരികളെയും കണ്ടു. വെള്ളിയാഴ്ച രാവിലെ 10:30 കഴകസന്നിധിയിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ രാമവില്യം കഴകം ഭാരവാഹികളും പെരുങ്കളിയാട്ട സംഘാടക സമിതി ഭാരവാഹികളും ചേർന്ന് കിഴക്കേ നടയിൽ സ്വീകരിച്ചു. വടക്കേ അറയിൽ തൊഴുത് കാണിക്ക അർപ്പിച്ച അദ്ദേഹം പ്രധാന തെയ്യങ്ങളായ പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും കോലധാരികളെ കുച്ചിലിൽ കണ്ടു. തുടർന്ന് പടിപ്പുരയിൽ കയറി സ്ഥാനികരെ കണ്ട ശേഷമാണ് അരങ്ങിലെത്തിയ അങ്കക്കുളങ്ങര ഭഗവതി രക്തചാമുണ്ടി തെയ്യങ്ങളെ തൊഴുത് മഞ്ഞൾക്കുറി വാങ്ങിയത്. തുടർന്ന് തങ്കയും ഉത്തമന്തിൽ ക്ഷേത്രപാലക ക്ഷേത്ര ദർശനവും നടത്തിയാണ് താരം തൃക്കരിപ്പൂർ വിട്ടത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ബ്ലസ്ഡ് അവർ എന്ന പേരിൽ കോലായി ലൈബ്രറി ഹാളിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ബ്ലസ്ഡ് അവർ എന്ന പേരിൽ ഇബ്രാഹിം ബാങ്കോടിന്റെയും ഹനീഫ് തുരുത്തിയുടെയും നേതൃത്വത്തിൽ കോലായി ലൈബ്രറി ഹാളിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ കലീൽ ഹുദവി നോമ്പിന്റെയും വായനയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. ഒന്നാമത്തെ ആയത്തിൽ മതവിദ്യാഭ്യാസമായി, രണ്ടാമത്തെ ആയത്തിൽ ഭൗതികമായ സെക്യുലർ വിദ്യാഭ്യാസമായി, മൂന്നാമത്തെ ആയത്ത് പറയുന്നത് പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചതിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കണമെന്നാണ്. അപ്പൊ എഴുത്തും വായനയെയും പരിശുദ്ധ ഇസ്ലാം നന്നായി പ്രോത്സാഹിപ്പിക്കുകയാണ്. അവസാനമായി അഞ്ചാമത്തെ ആയത്തിൽ പറയുന്നത് അല്ലമൽ ഇൻസാനമാലം വ്യാലം, അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കണം എന്നുള്ളതാണ്. താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെയും ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെയും വക്താക്കളായ പി ദാമോദരൻ, കെ രവീന്ദ്രൻ, ടി കെ രാജശേഖരൻ, കെ വി സജേഷ്, എസ് വി അശോക് കുമാർ, വിവിധ ലൈബ്രറികളെ പ്രതിനിധീകരിച്ച് കെ മണികണ്ഠൻ, സി മുരളീധരൻ, നാസർ കുരിക്കൾ, പുകാസയുടെ ടി ഗംഗാധരൻ, കെ എച്ച് മുഹമ്മദ്, എഴുത്തുകാരായ ബാലകൃഷ്ണൻ ചെറുക്കള, രവീന്ദ്രൻ പാടി, ഷാഫി തെരുവത്ത്, റഹ്മാൻ മുട്ടത്തൊടി, നഹാസ് പി, സാമൂഹ്യ പ്രവർത്തകരായ രമണി പ്രകാശ്, വേണു കണ്ണൻ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവരും കോലായിക്കാരും സംബന്ധിച്ചു. ഒരു ഇഫ്താറിൻ്റെ ആ ഒരു പ്രത്യേകത എന്ത് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നും ഈ പറഞ്ഞ പോലെ ലൈബ്രറി കൗൺസിലിൻ്റെ ആൾക്കാരും മറ്റുള്ള എല്ലാവരും ജാതി മതമൊന്നും നോക്കാതെ ഇതെല്ലാം ഒരു മാനവികതയുടെ ഒരു ഇതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഓണമായാലും ന്യൂ ഇയർ പരിപാടിയായാലും ഈ പറഞ്ഞ നോമ്പ് തുറയായാലും. അപ്പോൾ അത് ഇക്കൊല്ലും വളരെ ഭംഗിയായി നമ്മൾ ചെയ്ത് മാക്സിമം ആൾക്കാരൊക്കെ വിളിച്ച് ഇനി ഭാവിയിലും ഇനി ഫ്യൂച്ചറിലും നമ്മൾ ഗംഭീരമായി ഇതുപോലെ തന്നെ ഇതിനേക്കാളും കൂടുതൽ നമുക്ക് ചെയ്യണമെന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനുമായ കേശവ്ജിയുടെ 20ാം ചരമവാർഷികം വിപുലമായി ആചരിച്ചു. കേശവ്ജി സ്മാരക പൊതുജന വായനാശാലയിലായിരുന്നു പരിപാടി. സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനുമായിരുന്ന കേശവ്ജിയുടെ 20ാം ചരമവാർഷികം വിപുലമായി ആചരിച്ചു. കേശവ്ജി സ്മാരക പൊതുജന വായനാശാലയിൽ നടത്തിയ യോഗത്തിൽ പയ്യാവൂർ പി പി മാധവൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പരപ്പ ബാലൻ മാസ്റ്റർ, കെ വി ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. കെ വി നാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വേണുഗോപാലൻ ചുണ്ണംകുളം, അശോകൻ മീങ്ങോത്ത് എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. പി വി ജയരാജ് സ്വാഗതവും ഗോപി മുളവന്നൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേളോത്ത് എക്കാൽ തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാനം തെയ്യങ്കെട്ട് മഹോത്സവം മാർച്ച് 9 മുതൽ 13 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. പ്രസിദ്ധമായ അടൂട്ട് മുത്തേടത്ത് കുതിര പഴയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്ന എക്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് 160 വർഷങ്ങൾക്ക് മുൻപാണ് തെയ്യങ്കെട്ട് മഹോത്സവം നടന്നതെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. തറവാട്ടംഗങ്ങളുടെയും നാട്ടുകാരുടെയും നീണ്ടകാലത്തെ കാത്തിരിപ്പിന് ശേഷം തറവാട് തെയ്യങ്കെട്ട് മഹോത്സവത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. മാർച്ച് 9 മുതൽ 13 വരെ തീയതികളിലാണ് വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവം നടക്കുക. മാർച്ച് 9 രാവിലെ കലവർ നിറക്കൽ ചടങ്ങ് നടക്കും. മാർച്ച് 10 രാത്രി 7 മണി മുതൽ വിഷ്ണുമൂർത്തിയുടെ തിടങ്ങൽ, തുടർന്ന് പൊട്ടൻ ദൈവത്തിന്റെ തോറ്റം, പുലർച്ചെ പൊട്ടൻ ദൈവം അരങ്ങിലെത്തും. മാർച്ച് 11 രാവിലെ വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട്, രാത്രി 7:30 കൈവീത്, തുടർന്ന് തെയ്യം കൂടൽ, തോറ്റം. മാർച്ച് 12 ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് കാർന്നൂൻ തെയ്യത്തിന്റെ വെള്ളാട്ടം, 5:30 കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടം അരങ്ങിലെത്തും. രാത്രി 8 മണിക്ക് കണ്ടനാർക്കേളൻ തെയ്യത്തിന്റെ വെള്ളാട്ടം അരങ്ങിലെത്തും. തുടർന്ന് ബപ്പിടൽ ചടങ്ങ്. രാത്രി 10 മണിക്ക് വിഷ്ണുമൂർത്തി തെയ്യത്തിന്റെ തിടങ്ങൽ. 11 മണിയോടെ വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ വെള്ളാട്ടവും അരങ്ങിലെത്തും.
സമാപന ദിവസമായ മാർച്ച് 13 വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് കാർന്നോൻ തീയൻ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയും. 10 മണിക്ക് കോരച്ചൻ തീയത്തിന്റെ പുറപ്പാട്. ഉച്ചയ്ക്ക് 12 മണിയോടെ കണ്ടനാർക്കിളൻ തീയം അരങ്ങിലെത്തും. വൈകുന്നേരം 3 മണിക്ക് വയനാട്ടുകുലവൻ തീയത്തിന്റെ പുറപ്പാട് നടക്കും. തുടർന്ന് പരമപവിത്രമായ ചൂട്ടുപ്പിക്കൽ ചടങ്ങ് നടക്കും. തുടർന്ന് വിഷ്ണുമൂർത്തി അരങ്ങിലെത്തും. രാത്രി 10 മണിയോടെ മറപിളർക്കൽ ചടങ്ങ്. തുടർന്ന് നടക്കുന്ന കൈവീതോടുകൂടി വയനാട്ടുകുലവൻ തീങ്കിട്ട മഹോത്സവത്തിന് സമാപനം കുറിക്കും. തേങ്കിട്ട മഹോത്സവത്തിന്റെ വിജയത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെയർമാൻ രാജൻ പെരിയ, വർക്കിംഗ് ചെയർമാൻ കൊട്ടൻ കുഞ്ഞി, വർക്കിംഗ് പ്രസിഡന്റുമാരായ പനയാൽ കുഞ്ഞിക്കണ്ണൻ, പി ശശി, വി ബാലൻ, തറവാട് കോയ്മ പ്രസിഡന്റ് മനോജ് പളയിൽവീട്, ജനറൽ കൺവീനർ കെ കുഞ്ഞിരാമൻ, ട്രഷറർ എം വി രവി മടിയൻ, പബ്ലിസിറ്റി കൺവീനർ ബാബു പലിശക്കുന്ന്, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ ഐശ്വര്യകുമാരൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരത്തിലെ സിനിമാ തിയേറ്ററുകളിലെ ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാൻ ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി അലാമിപ്പള്ളി VGM തിയേറ്ററിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം കെ സബീഷ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരത്തിലെ സിനിമാ തിയേറ്ററുകളിലെ ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അലാമിപ്പള്ളി VGM തിയേറ്ററിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. സമീപ നഗരങ്ങളിലെ തിയേറ്ററുകളുമായി താരതമ്യപ്പെടുത്തിയാൽ കുറഞ്ഞ സൗകര്യവും കൂടിയ നിരക്കുമാണ് കാഞ്ഞങ്ങാട്ടെ തിയേറ്ററുകളിലെന്ന് സമരക്കാർ ആരോപിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സബീഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ആകെയുള്ള 2K ആണ്. പയ്യന്നൂരും അതുപോലെ തന്നെ കാസർഗോഡുമുള്ള 4K തിയേറ്ററിൽ നമുക്ക് ആ ടിക്കറ്റ് വരുന്നത് 120 രൂപയാണ്, 130 രൂപയാണ്. ഇവിടെ വരുന്നത് 190 രൂപയാണ്. വലിയ വ്യത്യാസം അതിനകത്ത് തന്നെ വരികയും അതുമാത്രമല്ല സൗണ്ട് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേഷൻ അത്തരം തിയേറ്ററുകളുണ്ട്. ഈ തിയേറ്റർ ആണെങ്കിൽ ആ തിയേറ്ററിന്റെ അത്രയും മികച്ച സംവിധാനങ്ങളിലേക്ക് മാറിയിട്ടില്ല. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ആര്യ AR അധ്യക്ഷയായി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അനീഷ് കുറുമ്പാലം, ഹരിത നാലപ്പാടം, അമ്പിളി VP എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി B ഗിനീഷ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പള്ളികൾ പ്രാർത്ഥന മുഖരിതമായി. വ്രതശുദ്ധിയിൽ മുഴുകി റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച. ചെർക്കളയിൽ തർക്കത്തെ തുടർന്ന് വ്യാപാരിയെ ആക്രമിക്കുകയും കട തകർക്കുകയും ചെയ്ത സംഭവം. രാവിലെ മുതൽ 1 മണിവരെ ചെർക്കളയിൽ നടത്തിയ ഹർത്താൽ പൂർണ്ണം. ജില്ലയിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ മയക്കുമരുന്ന് വിൽപ്പനയിലും ഉപയോഗത്തിലും വലിയ തോതിലുള്ള വർധനവുണ്ടായതായി ജില്ലാ പോലീസ് മേധാവി D ശിൽപ. സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് വളർത്തുനായ ചത്തു. പ്രദേശത്തു നിന്നും യുവാവിനെയും ജീപ്പും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജോയിന്റ് കൌൺസിൽ കാസർഗോഡ് മേഖലാ സമ്മേളനം നടന്നു. സംസ്ഥാന വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ ഉദ്ഘാടനം ചെയ്തു. സാർവദേശീയ വനിതാ ദിനാചരണം. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സെമിനാർ സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.